കരയല്ലേ? അയ്യേ, ലെറ്റ് ഹർ ക്രൈ. അവന് കരയട്ടെ. നിങ്ങളെല്ലാം ഒന്ന് പുറത്തോട്ട് പോയി പ്ലീസ്. മേജർ, യു ഓൾസോ പ്ലീസ്. ഡോക്ടർ, മോന്റെ ഡാഡി മരിച്ചുപോയി. അതാ മമ്മി കരഞ്ഞത്. അല്ലാതെ മോനോട് ഇഷ്ടമല്ലഞ്ഞിട്ടല്ല. ഇനി മമ്മി കരയത്തില്ല. ഇനി മമ്മി കരയത്തില്ല. വാവാവോ 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 വാവാവോ. അങ്കിളുടെ മിലിറ്ററി താരാട്ട് കേട്ട അവൻ കരയും. മോനെ മോനെ മോനെ, ഈ അങ്കിളിനെ കണ്ടോ? സ്വതു അങ്കിൾ, അങ്കിൾ സ്വതു. മോന് പാല് കൊടുക്കാൻ സമയമില്ലേ? പാല് കുച്ചിനോ? പാല് കുച്ചിട്ട് വന്നിട്ട് പിന്നെ ഒറ്റണം പറയാം. അങ്കിൾ, നമുക്കും വല്ലതും കൂച്ചണ്ടേ? സുധു, അതെ ഞാന് നിർത്തി. ടിറ്റോ, അനുവാദം ചോദിക്കാതെ മനസ്സ് ഫിഫിയുമായി വല്ലാതെ അടുത്തുപോയി. നേരിട്ട് പറയാനൊരു മടി. ഒരു കത്തെഴുതി കൊടുക്കട്ടെ? പ്രിയപ്പെട്ട ഫിഫി, ഫിഫിയുടെ കല്യാണം കഴിയുന്നതോടെങ്കിലും ഈ വീടിനൊരു താളം ഉണ്ടാകണം. എന്റെ മനസ്സ് എന്നും ഒരു കൂടായിരുന്നു. മിണ്ടാത്ത മനസ്സ്. മനസ്സമ്മതം കഴിഞ്ഞാൽ ഉടനെ കല്യാണം. ഡിസംബറിൽ അവൻ സ്റ്റേറ്റ്സിൽ പോകാനിരിക്കുക. ടിറ്റോ എന്റെ അടുത്തുണ്ട്. അവനറിഞ്ഞാണ് ഞാൻ ഈ കത്തെഴുതുന്നത്. ഫിഫിമോളുടെ കല്യാണത്തിന് കൂടാൻ എന്റെ ടിറ്റോ ഇല്ല. ആ ഒരു കുറവേ ഉള്ളൂ. ഫിഫി, ഞാൻ തന്നെ കല്യാണം കഴിക്കട്ടെ? ജോണിക്ക് ഫിഫിയോട് എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ ഫിഫി മുകളിലുണ്ട്. എഴുതിയത് തെറ്റാണെങ്കിൽ മനസ്സിന്റെ വിവരക്കേടായി കരുതി ക്ഷമിക്കുക. ഫിലോമിനയുടെ ഫോട്ടോ കണ്ടപ്പോഴേ എനിക്കിഷ്ടമായി. ഫോട്ടോയ്ക്ക് ജീവനില്ലല്ലോ. ജീവനുള്ള എന്നെ ജോണി മനസ്സിലാക്കണം. എന്റെ കഴിഞ്ഞ കാലം ജോണി അറിയണം. എന്തറിയാനാ? കഴിഞ്ഞ കാലത്ത് താൻ ആരെയെങ്കിലും സ്നേഹിച്ചു കാണും. അയാൾ വേറെ കല്യാണം കഴിച്ചു കാണും. അത്രയൊക്കെയല്ലേ ഉള്ളൂ. അല്ല, അതിനും അപ്പുറത്ത്, വളരെ വളരെ അപ്പുറത്ത് ഞങ്ങൾ ബന്ധപ്പെട്ടു. ഞാൻ ഗർഭിണിയായി. നോ നോ നോ. മേജർ ഫ്രാൻസിസിന്റെ വീട്, ഹോം, സ്റ്റുപ്പിഡ് ഹോം. പരേതനായ പട്ടാളക്കാരന്റെ ഒരു നല്ല ശവക്കല്ലറ പോലും അല്ലല്ലോ ഇത്. ഇറ്റ് ഈസ് വേഴ്സ് ദാൻ ദാറ്റ്, വേഴ്സ് ദാൻ ദാറ്റ്. മോനെ ടിറ്റോ, വേർ ആർ യു യാർ? വേർ ആർ യു യാർ? ഞാൻ വീട്ടിൽ പോയി. ഇന്ന് ഞങ്ങളുടെ ബാച്ചിന്റെ പാസിംഗ് ഔട്ടായിരുന്നു. കൺഗ്രാറ്റുലേഷൻസ്. താങ്ക്സ്. ഇത്ര ഫോർമലാണോ? ഫിഫി, മനസ്സ് തന്നെ സ്നേഹിക്കാൻ പറയുന്നു. ഞാൻ എന്ത് ചെയ്യണം? ഇത്രയും കാലം മരിച്ചുപോയ അച്ഛനെ അമ്മയെ മനസ്സിൽ കൂടിയിരുത്തി ഇല്ലാത്ത ഗ്രഹാരമുറ്റത്ത്
എനിക്കറിയാൻ പാടില്ലാത്ത ആട്ടിക്കോലം വരയ്ക്കാൻ ശ്രമിക്കുകയായിരുന്നു ഞാൻ. ഒന്നും ആയില്ല. കോലം മാഞ്ഞുപോയി. അഗ്രാരട്ടിലായി. അല്പം വിളിച്ചു നിന്നൂടെ? ഐ ലവ് യു ഫിഫി. നമുക്കൊരുമിച്ച് ജീവിക്കണം. ഞാൻ പോട്ടെ. ഫിഫി, എന്നെ സ്നേഹിക്കാൻ എനിക്ക് എന്റെ അച്ചായി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കർത്താവിന് പോലും എന്നോട് സഹതാപമേ ഉള്ളൂ, സ്നേഹമില്ല. എന്നെ സ്നേഹിക്കാൻ ആർക്കും കഴിയില്ല. ദയവേത് ഇനി ഈ കാര്യം എന്നോട് പറയരുത്. അണ്ണന് മലപ്പുറത്ത് പോസ്റ്റിംഗ് ആയി. ഫിഫി, പണ്ട് നീ പറഞ്ഞത് ഓർക്കുന്നുണ്ടോ? ഞാൻ ഈ വീട്ടിലേക്ക് വന്നാ നീ എന്റെ അണ്ണനെ നോക്കിക്കോളാമെന്ന്. അണ്ണന് നിന്നെ ഇഷ്ടാ? ജീവിതം മുഴുവൻ എനിക്ക് വേണ്ടി ജീവിച്ച അണ്ണന് വേദന മാത്രമേ ഇന്നുവരെ എനിക്ക് കൊടുക്കാൻ സാധിച്ചുള്ളൂ. എന്റെ അണ്ണന് ഒരു ജീവിതം കൊടുത്തൂടെ? എനിക്ക് വേണ്ടി. ഇതൊന്നും ഇതീ കൊള്ളൂലളിയാ. എപ്പോഴാ നിന്റെ ട്രെയിൻ? എന്താ ദേവേട്ടാ? നിന്റെ ട്രെയിൻ എപ്പോഴാണ്? 10:15. പ്രവേശം കഴിഞ്ഞാ എന്നെ ഇവിടെ തന്നെ പോസ്റ്റ് ചെയ്യുന്ന തോന്നുന്നത്. അതുവരെ ദേവേട്ടൻ. ദേവേട്ടൻ ഇവിടം വിട്ട് എങ്ങും പോകുന്നില്ലടാ. ഞാൻ ഈ വീടിന്റെ ഒരു ഭാഗമായില്ലേ. സതു, ഇതും കൂടി ബാഗിൽ വെച്ചേ. പോലീസ് സ്റ്റേഷൻ പൂജാമുറിയാക്കാൻ പോവാ. അമ്മ, ദേവേട്ടാ, ഞാനിത് വേണിക്കൊണ്ട് കൊടുത്തിട്ട് വരാം. സതു, ഇതൊക്കെ ഒന്ന് പാക്ക് ചെയ്ത് വെച്ചേക്കണേ. ഓക്കെ അളിയാ, നിന്റെ ഡ്രസ്സ് മാത്രമല്ല ശാപ്പാട് വരെ ഞാൻ പാക്ക് ചെയ്ത് വെച്ചേക്കാം. SI ആയിട്ട് ഇവിടെ ചാർജ് എടുക്കുമ്പോ എന്നെ തട്ടി അകത്ത് കയറ്റി പെരുമാറിക്കളയരുത്. ഇനി പിന്നെ വേറൊരു കാര്യം. പോയി പോയോ? എങ്കിൽ പിന്നെ പാക്ക് ചെയ്യാം അല്ലേ? അണ്ണാ, നമ്മുടെ അമ്മയെ നിന്നെ ഏൽപ്പിക്കുക. നിന്റെ കൂട്ടിന്. അണ്ണൻ ഇറങ്ങുമ്പോ എനിക്ക് ശകുനം വരാൻ പറ്റില്ലല്ലോ. ഞാൻ വിധവയല്ലേ? വേണി, അങ്ങനെ പറയരുത്. ഈ അണ്ണന്റെ മനസ്സിൽ എന്നും മംഗല്യോടെയാണ്. മനസ്സിൽ നിന്നെ ശകനം കണ്ട് ഞാൻ അറിയിക്കോളാം. പോട്ടെ ഫിഫി. ഗുഡ് മോർണിംഗ് അങ്കിൾ. ഗുഡ് മോർണിംഗ് ഇൻസ്പെക്ടർ. ഞാനിന്ന് മലപ്പുറത്തേക്ക് പോവാണ്. ഓൾ ദി ബെസ്റ്റ് മൈ ബോയ്. താങ്ക് യു. യു വിൽ കം ഔട്ട് സക്സസ്ഫുൾ. അയ്യേ, എന്താ ഇത്? ഒരച്ഛന്റെ സ്ഥാനത്ത് നിന്ന് അങ്കിൾ എന്നെ അനുഗ്രഹിക്കണം. മൈ പ്രേയേഴ്സ് ആർ വിത്ത് യു മോനെ.
പറ്റോ? ഉറക്കം നടിക്കുക അല്ലേ? ഞാൻ പോവാളിയ. പോയിട്ട് ഇങ്ങോട്ട് തന്നെ തിരിച്ചു വരും. അല്ലാതെ എവിടെ പോവാനാ? ഒരു ഓൾ ദ ബെസ്റ്റെങ്കിലും പറയാളിയ. പോട്ടെ. ഫിഫി, അമ്മ. ശ്രുതിയാണു ഞാൻ എന്നിലയമാണു നീ